കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കും. ശുഭാസ് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എന്താ ശബ്ദം? ഇവിടെ കയറി വരിക. ഒരു വിളി, കോളി ഉണ്ടാകുക. ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഗങ്ങളിലോട്ടാണ് ഇന്നത്തെ അതിന്റെ വ്യാഖ്യാനങ്ങളും അല്ലല്ല, നിങ്ങൾക്കൊരു ബോധ്യം നൽകുന്നതിന് വേണ്ടി ഒരു വിഷയം, ഒരു ടോപ്പിക് ഞാൻ പരിശുദ്ധാത്മാവ് കാട്ടിത്തന്ന ആ വിഷയത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ശബ്ദം കേട്ടു, ഒരു വിളി കേട്ടു. എന്താ വിളി? കയറി വരിക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയവരാണ് ഇവരെന്നൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എപ്പോഴേലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ? ദൈവ വിളിക്കാരാ അല്ലേ? ചിലരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ വലിയ ദൈവത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ ഈ പറയുന്നവരോ? ഹല്ലേലൂയ. പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന, ദുഷ്ടന്റെ ആധിപത്യത്തിന് കീഴിൽ കിടന്നിരുന്ന, പൈശാചിക നുഖത്തിന് കീഴിലായിരുന്ന എന്നെയും നിങ്ങളെയും ഒരുവൻ പേർ ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് നല്ലൊരു ഇടയനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു അല്ലേ? നല്ലൊരു ഇടയൻ. അവൻ ആളുകളെ എന്ത് ചെയ്യുന്നു? തന്റെ ആളുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയം മീറ്റിംഗിൽ എടുത്തൊരു വിഷയമാണ് മറ്റു ശബ്ദങ്ങളെ കേൾക്കാതിരിക്കുക എന്നൊരു വിഷയം. കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ശബ്ദം, നിനക്ക് വേണ്ടി അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിന്റെ ശബ്ദം. ആടുകളുടെ നിന്നെ പേർ ചൊല്ലി വിളിക്കും. നിന്നെ കുറ്റപ്പെടുത്താത്ത, നിന്നെ പരിഹസിക്കാത്ത, നിന്നെ തള്ളിക്കളയാത്ത, നിന്നെ ചേർത്തു പിടിക്കുന്ന, ശേഷിയില്ലാത്ത നിന്നെ ചേർത്തു പിടിക്കുന്ന നല്ലൊരിടെ. ഹല്ലേലൂയ. ആ ഇടയന്റെ ശബ്ദം നിന്റെ ജീവിതത്തിൽ കേൾക്കുവാൻ, അറിയുവാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഭാഗ്യം വാങ്ങും. അതിനാലാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്, ഈ കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒരു ശബ്ദം കേൾക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം. നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലന് ലഭിച്ച സ്വർഗീയ വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയും. എന്താണ് ഇനി മേലാൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ വിഷയങ്ങൾ ഹല്ലേലൂയ കൃത്യമായി ഹല്ലേലൂയ വിശ്വാസ സമൂഹത്തിന്, സഭയ്ക്ക് നൽകേണ്ടതിന് ഹല്ലേലൂയ ലഭിച്ച ദർശനം, ലഭിച്ച വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം. അതിന്റെ 4:1 നമ്മൾ വായിച്ചത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയായിരുന്നു യോഹന്നാൻ ആയിരുന്നത്? ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു ദ്വീപിന്റെ നടുവിൽ അല്ലേ? തനിക്ക് മുമ്പേ വന്നവരുടെ അസ്ഥികുമാരങ്ങൾ അവരുടെ കിടപ്പുണ്ട്. അതിശക്തമായ ക്ഷുദ്രജീവികളാൽ നിറയപ്പെട്ട, മനുഷ്യവാസമില്ല എന്ന് കരുതപ്പെടുന്ന ഒരു ദ്വീപിന്റെ നടുവിൽ നാടുകടത്തപ്പെട്ടവനായ യോഹന്നാൻ ആയിരിക്കുമ്പോൾ, പ്രതീക്ഷകൾ അറ്റുപോയ ഘട്ടത്തിൽ ഹല്ലേലൂയ മാറത്ത് പൊൻകച്ച അണിഞ്ഞവനെ 7 വിളക്കുകളുടെ നടുവിൽ ഹല്ലേലൂയ യോഹന്നാൻ കാണുകയാണ്. ഇരുവായ്ത്തലവാൾ വായിൽ നിന്ന് പുറപ്പെടുന്നവനെ അവൻ കാണുകയാണ്. ആൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവനെ യോഹന്നാൻ കാണുകയാണ്. നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, നിന്റെ വിഷയങ്ങളുടെ ഘട്ടത്തിൽ ഹല്ലേലൂയ എന്നെ സഹായിപ്പാൻ, എന്നെ കാണുവാൻ, എന്നെ അറിയുവാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്.
മനസ്സിലാക്കിയവർ മാത്രം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. അല്ലെങ്കിൽ ആരൊക്കെ നിനക്ക് വിരോധമായി എഴുന്നേറ്റാൽ, ആരുടെയൊക്കെ ദുഷിച്ച വർത്താനങ്ങൾ കേട്ട്, ആരുടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ കേട്ട് നിനക്കെതിരെ ആരൊക്കെ സംഘടിതമായി എഴുന്നേറ്റാലും നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. നിന്നെ കാക്കുന്നവൻ, നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഉറക്കം നടിക്കുന്നതുമില്ല. അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നിന്റെ ക്യാൻസറിനെ മാറ്റുന്ന, നിന്റെ മുഴയെ മാറ്റുന്ന, നിന്റെ വലിയെ മാറ്റുന്ന, നിന്റെ സാമ്പത്തിക വിഷയങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തെ മാത്രമല്ല നീ അറിയേണ്ടത്. നിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ, ഇരുട്ടിന്റെ മധ്യത്തിൽ, ഇരുട്ടിന്റെ മധ്യത്തിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇനിയും പ്രതീക്ഷയില്ലെന്ന് ചിന്തിക്കുന്ന ഇരുട്ടിന്റെ മധ്യത്തിൽ എന്റെ യേശു നിനക്ക് വേണ്ടി വെളിപ്പെടുക. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേട്ടവർ അവനെ അനുഗമിക്കും. എഫേസ്യൻസ് 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യൻസ് 2:13 വായിച്ചാട്ടെ. എഫേസ്യൻസ് 2:13 വായിച്ചു. മുമ്പ് ദൂരസ്ഥരായിരുന്ന നമ്മൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ എങ്ങനെ നമ്മള് ഈ രാജ്യത്തിലേക്ക് പ്രവേശിച്ചത്, അല്ല എന്റെ ദൈവമേ എന്ന് എനിക്ക് വിളിപ്പാനുള്ള ഭാഗ്യമുണ്ടായത്, ദൈവനിഷേധിയായി യുക്തിയുടെ ബോധത്തിൽ നിന്നുകൊണ്ട്, ശാസ്ത്ര മനോഭാവങ്ങളിൽ നിന്നുകൊണ്ട്, ശാസ്ത്ര ചിന്തകളിലൂടെ നിന്നുകൊണ്ട്, അത് ദൈവമില്ലെന്ന് വാദിച്ചു കൊണ്ടിരുന്ന പലരെയും, എന്നെ ഉൾപ്പെടെ പലരെയും പേർന്നൊല്ലി വിളിച്ചൊരു ദൈവം. അവന്റെ രക്തത്താൽ, ആരുടെ രക്തത്താൽ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. വായിച്ചാട്ടെ. നമ്മളെ സമീപസ്ഥരായി, ദൂരസ്ഥരായിരുന്നു, നമ്മളെ അർഹതയില്ലാതെ യോഗ്യതയിലായിരുന്നു നമ്മളെ കർത്താവിന്റെ സമീപസ്ഥരാക്കി കർത്താവ് മാറ്റി. അതിന്റെ 19-ാം വാക്യം. ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹ പൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ആണ് ദൈവഭവനക്കാരും പോകുന്നു, ദൈവവിളിയുള്ളവൻ പോകുന്നു എന്നൊക്കെ കളിയാക്കലേക്കാറില്ലേ? എന്തായാലും കണ്ടെന്ന് മനസ്സിലാക്കിക്കോ. നീ ആയിരിക്കും ദൈവഭവനത്തിന്റെ അകത്ത്. ദൂരസ്ഥനായിരുന്ന നിന്നെ, കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിന്റെ ഭാഗമാക്കി മാറ്റിയത് നിന്റെ ശ്രമം കൊണ്ടോ നിന്റെ കഠിനാധ്വാനം കൊണ്ടോ അല്ല, ഒരുവന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്, ഒരുവന്റെ രക്തത്താൽ, ഒരുവന്റെ ഹല്ലേലൂയ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട്. ഹല്ലേലൂയ. 19-ാം വാക്യം പൂർണ്ണമായി. എഫേസ്യൻസ് 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എഫേസ്യൻസ് 4-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. എഫേസ്യൻസ് 4, 1 മുതൽ 4 വരെ വായിച്ചാട്ടെ. കർത്തൃസേവ നിമിത്തം പ്രബോധിപ്പിക്കുന്നത് പൗലോസ് പറയുകയാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സ്വർഗത്തിൽ നിന്നൊരു വിളി വരുന്നു അല്ലേ? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ നടക്കുക. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ശ്രമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇപ്പൊ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? ചലിക്കേണ്ടത് ആവശ്യമാണ്. ഒരു യോഗ്യതയുമില്ലാതെ എന്നെ അവന്റെ ഭവനത്തിലാക്കി വെച്ചു. ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി മാറ്റി. ഹല്ലേലൂയ. എന്റെ ഒരു നല്ല പ്രവൃത്തിയും അതിന്റെ അടിസ്ഥാനമല്ല. പക്ഷേ ഇത് ഞാൻ അതിനകത്തായിരിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് തിരിച്ചറിവുള്ള ഞാൻ ആ വിളിക്കനുസരിച്ച് ചലിക്കേണ്ടതാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. സ്തോത്രം. വാക്യം പൂർണ്ണമായി. അതിന്റെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അങ്ങനെ എന്ത് ചെയ്തു? യേശു കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ
സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. കേട്ടോ, കോളിംഗ്. ചിലരെ, അപ്പൊ വിളിക്കപ്പെട്ടവർക്ക് പ്രമോഷൻ ഉണ്ടാകുകയാണ്, സ്പിരിച്വൽ പ്രമോഷൻ സംഭവിക്കുകയാണ്, ആത്മീയമായ ഒരു പ്രമോഷൻ ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടു, ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകുക എന്നുള്ളതല്ല. ആ കോളിംഗ് എന്താണെന്ന് തിരിച്ചറിഞ്ഞവൻ മുന്നോട്ട് ചലിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, 5-fold മിനിസ്ട്രീസ് വെളിപ്പെടും. ഹല്ലേലൂയ. 5 മണ്ഡലങ്ങൾ പറഞ്ഞു, 5 ശുശ്രൂഷ മേഖലകൾ പറഞ്ഞു. ഏതൊക്കെയാ? ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. കേട്ടോ, എന്തൊക്കെയാ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, പിന്നെ സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഹല്ലേലൂയ. അവൻ ലഭിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ഒരു ജീവിതം കാഴ്ചവെക്കേണ്ടത് ആരുടെ ധർമ്മമാണ്? ഈ വിളി ലഭിച്ചവർക്ക് അവരുടെ ധർമ്മമല്ലേ? എന്നെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷ അത് തേയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, എന്റെ കൈകളിൽ ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തു തന്ന് ഒരു ശുശ്രൂഷക്ക് എന്നെ നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശ ലക്ഷ്യം കർത്താവിനുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് എന്റെ ധർമ്മമാണ്. ഹല്ലേലൂയ. അതിന് വിരോധമായി എന്ത് കാര്യങ്ങൾ പൊങ്ങി വന്നാലും അതിനെ ആര് ഡീൽ ചെയ്തോളും? ആ 5 തല ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ, ദൂതഗണങ്ങളുടെ സംഘങ്ങൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിന്റെ കാര്യങ്ങളെ കൃത്യമായി കൊണ്ടുപോകാൻ, നിന്നെ നല്ല രീതിയിൽ ഇതിന്റെ ശുശ്രൂഷ തികയ്ക്കുവാൻ ആവശ്യമായ സകലതും എന്റെ ദൈവം ഒരുക്കി തരും. അതിന്റെ 11 പൂർണ്ണമായ 16 വായിച്ചാൽ 16 ശരീരം മുഴുവനും ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിലൊപ്പം ഇരിക്കാനുമുള്ള 7 സന്ധിയാലും നേരത്തിലുള്ള വർദ്ധനയ്ക്കായി അവയിൽ നിന്ന് വളർച്ച പ്രാപിച്ചു. തലയാകുന്ന വിഷ്ണുവിന്റെ ശരീരമാകുന്നു, ഇത് അവയവങ്ങളാകുന്നു. നമ്മൾ ഈ അവയവങ്ങൾക്ക് ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മങ്ങൾ കൃത്യമായി നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോൾ, യുക്തമായ നിലയിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ചിലത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഓരോ ശുശ്രൂഷയെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊടുക്കും. അതിന്റെ തലയാര യേശു കർത്താവ്. 2 തീമോഥെയോസ് 1-ാം അധ്യായം 9-ാം വാക്യം. 2 തീമോഥെയോസ് 1:9. അവൻ തന്നെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല നമ്മളെ വിളിച്ചത്. കേട്ടോ, വിശുദ്ധ വിളിയാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. വിശുദ്ധ വിളിയാൽ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും മോചനം ലഭിച്ചു. വിശുദ്ധ വിളിയാൽ നിങ്ങൾ രക്ഷ പ്രാപിച്ചു. വിശുദ്ധ വിളിയാൽ ദൈവരാജ്യത്തിന്റെ അകത്ത് കടന്നു. വിശുദ്ധ വിളിയാൽ ദൈവ ഭവനത്തിലേക്ക് കടന്നു. ഇതൊന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ കർമ്മം കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തിയുടെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും വസ്തുക്കളുടെ യോഗ്യത കൊണ്ടല്ല.
ഒന്നും വായിച്ചാട്ടാ വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും ആ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ആ ചെയ്തത് ആ നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും ഇപ്പോൾ മരണം ആ നീക്കുകയും മരണത്തെ നീക്കുകയും വാക്കുകൾ വായിച്ചാൽ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയും ആ വെളിപ്പെടുത്തുകയും ആ ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്ക് മൊത്തവണ്ണമത്രേ. അതിനെ ഒരു ബ്രീഫിംഗ് നടത്തുകയാണ്. ഞാൻ എന്താണോ അത് അവന്റെ കൃപയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഓരോ വാക്കുകളെടുത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഒറ്റ വാക്യത്തിൽ തന്നെ ഒതുക്കുകയാണ്. ഞാൻ എന്താണോ അതവന്റെ കൃപയാണ്. എന്റെ ഒരു പ്രവർത്തന ഗുണം കൊണ്ടല്ല എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത്. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ഞാൻ താണു പോകുന്ന ഘട്ടം വന്നപ്പോൾ കൈപിടിച്ച് എന്നെ രക്ഷിച്ച് അവന്റെ രാജ്യത്തിലാക്കിയത് എന്റെ നല്ല ഗുണം കൊണ്ടല്ല, അവന്റെ കൃപയാൽ. ബൈ ഹിസ് ഗ്രേസ്. ആ കൃപ മനസ്സിലാക്കി യോഗ്യമാവണ്ണം വേല ചെയ്യേണ്ടത്, യോഗ്യമാവണ്ണം ജീവിക്കേണ്ടത് ആവശ്യമത്രേ. ഫിലിപ്പിയൻസ് 3:14 ഫിലിപ്പിയൻസ് 3:14 വാക്യം വേഗം വായിക്കണം. ഒന്ന് ഞാൻ ചെയ്യുന്നു മുമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിങ്കൽ ദൈവത്തിന്റെ പരമവിളിക്കായി വിരുദിനായി കേട്ടോ. ഒരു വിളി, ആ വിളിക്കകത്ത് മുന്നിലൊരു വിരുദുണ്ട്. ആ പദ്ധതിയിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ ഓടുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന പലതും നോക്കിയാൽ എന്റെ ഓട്ടം നടക്കത്തില്ലെന്നുള്ള പല വസ്തുതകളുണ്ട്. എന്നെ മടുപ്പിച്ച് കളയുന്ന, എന്റെ മുന്നോട്ടുള്ള ചലനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഞാൻ നോക്കുന്നത് ആരെയാണ്? യേശു ക്രിസ്തു. പിമ്പിലുള്ളത് മറന്നെന്ന് പറഞ്ഞാൽ അതിലോട്ട് നോക്കാതെ, അതിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് ഞാൻ ചലിച്ചു. ആരേലും ചില പറഞ്ഞു എനിക്ക് ചിലതൊന്നുകൊണ്ട് പറ്റുന്നില്ല. പറ്റാത്ത എന്താ? പിമ്പിലുള്ളതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മുമ്പിലുള്ളതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല. മുമ്പിലുള്ളതിലോട്ട് ലക്ഷ്യം വെച്ച് പിമ്പിലുള്ളതിനെ മറന്ന് ഞാൻ വിരുദിലേക്ക് യാത്ര ചെയ്യുക. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യം. 1 പത്രോസ് 2:9-10. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് കേട്ടോ. എവിടുന്ന? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട. കേട്ടോ, ഈ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു? എങ്ങനെ തിരഞ്ഞെടുത്തത്? തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാവുന്നു. നേരത്തെ ഇങ്ങനെ ആയിരുന്നോ? നേരത്തെ നിങ്ങൾ ഇതായിരുന്നോ? അല്ല. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആയത്? അവന്റെ വിളിയാ. യേശു കർത്താവിന്റെ വിളിയാ. ഒരാമയും പറഞ്ഞാണ്. വാക്യം പൂർത്തിയായോ? വായിച്ചാട്ടെ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ദയ, കർത്താവിന്റെ കരുണ കൊണ്ടാണ് ഞാൻ ചലിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യനല്ലാത്തവനാണ്. ആ യോഗ്യനല്ലാത്ത എന്നെ യോഗ്യനാക്കി തീർത്തത് കർത്താവിന്റെ കൃപയാൽ. അപ്പൊ യോഗ്യനാക്കി തീർത്ത കർത്താവിന് വേണ്ടി, കർത്താവ് എന്നെ കുറിച്ച് ഇട്ടിരിക്കുന്ന പദ്ധതികൾ തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ മുന്നോട്ട് ചലിക്കേണ്ടതാണ്. അതിനെന്ത് ചെയ്യണം? പിമ്പിലുള്ളത് മറന്ന് മുന്നോട്ടായണം. ഹല്ലേലൂയ. എങ്ങനെ ആയാലും മൊത്തം തടസ്സങ്ങളെ മാറ്റുന്ന ദൂതഗണങ്ങൾ നിന്റെ കൂടെയുണ്ട്.
പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദുഷ്ടശക്തികളെ ഹല്ലേലൂയ നീക്കം ചെയ്യാൻ കഴിവുള്ള ഹല്ലേലൂയ കെരൂബുകൾ നിനക്ക് കാവലായി നിൽക്കുന്നു. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒരു ദോഷവും ഒരു ബാധയും നിന്റെ മേൽ അടിക്കയില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവപ്പ, അരുമനാഥ, എന്നെ കുറിച്ച് അങ്ങയുടെ ഉദ്ദേശം എന്തെന്ന് ഞാൻ അറിയുന്ന, ജനിച്ചു, ഓരോ ഘട്ടങ്ങളിലെ വളർച്ച, എങ്ങനെയൊക്കെ നേടാനുള്ള ശ്രമം, എവിടെയോ വീണു തീർന്നു. അതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.